സർഗാത്മകതയെ നിരാകരിക്കാൻ പറ്റില്ല, എന്നാൽ സർഗാത്മകത തന്നെയാണ് എല്ലാ കവിതയുടെയും അടിസ്ഥാനം എന്ന് കരുതാനും പറ്റില്ല. പുതിയ കാലഘട്ടത്തിലെ കവികൾ പല വിധത്തിലുള്ള ടെക്നിക്കുകൾ ഈ കവിതയെ കൂടുതൽ സ്വീകാര്യമാക്കാനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. ഡോസ്റ്റോവ്സ്കി ആ കൃതി എഴുതുന്നത് ജയിലിൽ കിടക്കാതിരിക്കാനാണ്. ഷേക്സ്പിയർ പൈസ വാങ്ങിയിട്ട് നാടക കമ്പനിക്ക് വേണ്ടി എഴുതി കൊടുക്കുക ചെയ്യുന്നത്. ഏതായാലും കുബ്ല ഖാനിൻ്റെ കവിതയാണ് ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും വലിയ സർഗാത്മകമായ കവിതയായി പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. എഴുത്തുകാരനാണ് സർഗാത്മകത എങ്കിൽ ആ എഴുത്തുകാരൻ എഴുതുന്ന എല്ലാത്തിലും ഈ സർഗാത്മകത വന്ന് തെളിയണമല്ലോ. കടൽ തീരത്ത് എന്ന കൃതിയിൽ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഈ സർഗാത്മകത ചെങ്ങന്നൂർ വണ്ടി എന്ന കഥയിൽ നമുക്ക് എന്തുകൊണ്ടാണ് അനുഭവിക്കാൻ കഴിയാതെ വരുന്നത് എന്നാലോചിക്കണം. അപ്പൊ കൊല്ലണമെന്നും കൊല്ലരുത് എന്നും ഒരേ കൃതി തന്നെ പറയുമ്പോൾ, ഒരേ എഴുത്തുകാരൻ തന്നെ പറയുമ്പോൾ നമ്മൾ ഇതിൽ ഏത് നിലപാട് സ്വീകരിക്കും? ആശാൻ പറയുന്നുണ്ട് എന്തിനേ സ്വരാജ്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ആശാൻ തന്നെയാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, ഭാരതത്തിലെ മാനികൾക്ക് കൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞത്. നല്ല കവിത ഉണ്ടാകണമെങ്കിൽ നല്ല വായനാ സമൂഹം ഉണ്ടാകണം. വായനാ സമൂഹത്തിൻ്റെ നിലവാരം എപ്പോൾ താഴ്ന്നു പോകുന്നു, എഴുത്തുകാരൻ്റെ നിലവാരവും അപ്പോൾ താഴ്ന്നു പോകും. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പുസ്തകോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് കവിതയിലെ സർഗാത്മകത അല്ലെങ്കിൽ കവിതയിൽ സർഗാത്മകത എത്രത്തോളം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ അറിയിക്കാം. എന്നാൽ ഇവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ ഒരു കാവ്യശകലമാണ്. ദേവ ഉത്കർഷവേളയിൽ അപകർഷവുമെത്തുന്നു ഋതം വർത്തിപ്പതിങ്ങനെ എന്നതാണ്. ഉത്കർഷവേളയിൽ അപകർഷവും ഉണ്ടാവുക. നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകോത്സവം എന്ന് പറയുന്നത് ഉത്കർഷത്തിൻ്റെതായ ഒരു സന്ദർഭമാണ്. എന്നാൽ ആ ഉത്കർഷവേളയിൽ ഒരു അപകർഷവും ഉണ്ടാകുന്നു. അപകർഷം എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിഗതമായി ഞാൻ അനുഭവിക്കുന്ന ഒന്നാണ്. അല്ലാതെ ഒരു വേദനയിലൂടെ കടന്നു പോവുകയാണ്. വേദന എന്ന് പറയുന്നത് ശാരീരികമായ വേദനയാണ്. നീരുണ്ട്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സുഗമമായി സംസാരിക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ ഒരു കാര്യമല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ പോലും ആ വിഷ്ണുനാരായണ നമ്പൂതിരി സാറിൻ്റെ സ്മരണ, അതിൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ചില ശിഥില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അരമണിക്കൂറാണെന്ന് തോന്നുന്നു ഇവിടെ സമയം. ഏതാണ്ട് ഈ ഘടികാര സൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലമെന്ന് അയ്യപ്പണി സാർ പറഞ്ഞതുപോലെ ഈ ഘടികാരത്തിൻ്റെ പിടിയിൽ നിൽക്കില്ല ഏത് പ്രഭാഷണവും. പക്ഷേ അതിങ്ങനെ ഹൃദയമിടിപ്പ് പോലെ ടിക് ടിക് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗം കഴിയുന്നത്ര ചുരുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. പ്രസംഗം എന്നുപോലും ഞാനിതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില ശിഥില ചിന്തകളുടെ പങ്കുവയ്പ്പ് എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ. നിയമസഭയിൽ ഇങ്ങനൊരു പുസ്തകോത്സവം നടക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. പോയിറ്റ്സ് ആർ ദി അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് കവിയായ PB ഷെല്ലിയാണ്. അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ആണ് പോയറ്റ്സ് എന്ന് ഷെല്ലി പറഞ്ഞപ്പോൾ അദ്ദേഹം അർത്ഥമാക്കിയത് എന്താണ്? അദ്ദേഹം അർത്ഥമാക്കിയത് കവിരേവ പ്രജാപതി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതേപോലെ ഉള്ള ഒന്നാണ്. അതായത് നമ്മളുടെ സമൂഹത്തിൻ്റെ മനസ്സിനെ ഭാവാത്മകമായ ചില നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവരാണ് കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ എന്നാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കാലത്തെ, നമ്മുടെ തലമുറകളെയൊക്കെ തന്നെ ഭൗതികമായ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നവരുടെ ആലയമാണ് ഈ നിയമനിർമ്മാണ സഭ. ആ നിയമനിർമ്മാണ സഭയിൽ ഈ വിധത്തിലുള്ള ഒരു ഇടപെടൽ ശേഷിയുള്ള അൺഅക്നോളജ്ഡ് ആയിട്ടുള്ള അനംഗീകൃതരായിട്ടുള്ള നിയമനിർമ്മാക്കൾക്ക് ഒരു ഇടം കിട്ടുന്നു എന്ന് കാണുന്നത് തീർച്ചയായും വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ സന്തോഷം മുൻനിർത്തി ഈ നിയമസഭയുടെ സ്പീക്കറെയും ഈ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും എല്ലാം തന്നെ അഭിനന്ദിക്കണം എന്നുകൂടി ഞാൻ കരുതുകയാണ്. നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ തന്നെ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ജീനിയസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. തോപ്പിൽ ഭാസിയെ പോലെയുള്ളവരുണ്ടായിട്ടുണ്ട്. സാനിമാഷെ പോലെ, കടമ്മൻ രാമകൃഷ്ണനെ പോലെയൊക്കെയുള്ള വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ ഈ നിയമസഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നിയമസഭയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരുടെ നിരയിലും അതുപോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ വലിയൊരു ഔചിത്യ ഭംഗിയുണ്ട് ഈ വിധത്തിലുള്ള ഒരു 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 ചർച്ച, സർഗാത്മകതയെക്കുറിച്ചുള്ള ചർച്ച, അല്ലെങ്കിൽ ഒരു പുസ്തകോത്സവ സംബന്ധിയായ ഒരു ചർച്ച ഇവിടെ നടക്കുന്നു എന്നുള്ളതിൽ. സർഗാത്മകത എത്രമാത്രം സർഗാത്മകമാണ് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർഗാത്മകത എത്രത്തോളം സർഗാത്മകമാണ്? നമുക്ക് സർഗാത്മകത എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ക്ലാസിക്കുകൾ എന്ന് വിശേഷിപ്പിക്കേണ്ട വിധത്തിലുള്ള ഒരുപാട് കൃതികൾ, ഒരുപാട് കാവ്യശകലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ് ഒരു കൃതിയെ ക്ലാസിക് ആക്കുന്നത്? ക്ലാസിക്കിനുള്ള ഒരു നിർവചനം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കണ്ടംപററി ടു ചേഞ്ചിങ് ടൈംസ് എന്നുള്ളതാണ്. മാറി മാറി വരുന്ന കാലങ്ങൾക്ക് സമകാലികമായി ഇരിക്കുന്ന കൃതി ഏതോ അതാണ് ക്ലാസിക് എന്ന് പറയാം. കണ്ടംപററി ടു ചേഞ്ചിങ് ടൈംസ്, മാറി വരുന്ന തലമുറകൾക്ക്, മാറി വരുന്ന കാലങ്ങൾക്ക് ഒക്കെ സ്വീകാര്യമായി കാലത്തെ തന്നെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്ന സാഹിത്യകൃതികളുണ്ടെങ്കിൽ ആ സാഹിത്യകൃതികളാണ് പൊതുവിൽ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുക. അങ്ങനെയുള്ള കൃതികളുടെ എല്ലാം പിന്നിലുള്ള സർഗാത്മകതയാണ് എന്ന് നമുക്ക് പറയാം. സർഗാത്മകതയെക്കുറിച്ചുള്ള ഒരു വലിയ നിർവചനം പറയുന്നത്, കവിതയെക്കുറിച്ച് തന്നെയുള്ള അടിസ്ഥാനപരമായ നിർവചനം പറയുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്നാണ്. ഏകാന്തമായ നിശബ്ദതയിൽ, പ്രശാന്തതയിൽ മനസ്സിൽ പവർഫുള്ളായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, വളരെ സ്വാഭാവികമായിട്ടുള്ള, സഹജമായിട്ടുള്ള, നിസർഗസുന്ദരമായിട്ടുള്ള, അനർഗളമായിട്ടുള്ള ഒരു പ്രവാഹമാണ് ഈ ഈ ഈ സർഗാത്മകത അല്ലെങ്കിൽ കവിത എന്ന് പറയുന്ന ഒരു നിർവചനം നമ്മളുടെ മനസ്സിലുണ്ട്. ആ നിർവചനത്തെ ഒരു ടച്ച് സ്റ്റോൺ ആക്കി എടുത്താൽ, അതിനെ ഒരു ഉരകല്ലാക്കി എടുത്താൽ, ആ ഉരകല്ലിൽ ഉരച്ചു നോക്കിയാൽ കാലാതിവർത്തിയായി നിലനിൽക്കുന്ന തരത്തിലുള്ള കൃതികളൊക്കെ തന്നെ സർഗാത്മകമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ എനിക്ക് ചില സംശയങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ഞാൻ കവിതയിലെ സർഗാത്മകതയെ നിരാകരിക്കുകയല്ല, സാഹിത്യത്തിലെ സർഗാത്മകതയെ നിരാകരിക്കുകയല്ല. തീർച്ചയായും സർഗാത്മകത അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. സർഗാത്മകത അനിവാര്യമായ ഘടകമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളുടെ മനസ്സിലേക്ക് സർഗാത്മകത എന്ന വാക്ക് കടന്നു വരുമ്പോൾ തന്നെ ചില ശ്രദ്ധേയമായ കൃതികൾ വരും. ഇപ്പോൾ സാമുവൽ ടൈലർ കോളറിഡ്ജിൻ്റെ കുബ്ല ഖാൻ എന്ന കവിത. ആ കുബ്ല ഖാൻ ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഒരുപക്ഷെ അതല്ലാത്തവർക്ക് ഇംഗ്ലീഷ് സാഹിത്യ ചരിത്രവുമായി പരിചയിക്കാനുള്ള സന്ദർഭം ലഭിച്ചിട്ടുള്ളവർക്കറിയാം. കുബ്ല ഖാൻ എന്ന കവിത കോളറിഡ്ജ് എഴുതുന്നത് എപ്പോഴാണ്? രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണർന്നിട്ട് എഴുതുകയാണ്. ഒരു സ്വപ്ന ദർശനമാണ് സത്യത്തിൽ കുബ്ല ഖാൻ്റെ പിന്നിലുള്ള രചനയ്ക്ക് പ്രേരകമായ ഏറ്റവും വലിയ ഘടകമെന്ന് പറയാം. അപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. ആ സ്വപ്ന ദർശനത്തിൽ ഒരു സവിശേഷമായ അനുഭൂതി വിശേഷം ഉണ്ടാകുന്നു. ആ അനുഭൂതി വിശേഷത്തിൽ സ്വയം മറന്ന് അങ്ങനെ എഴുന്നേറ്റിരുന്ന് എഴുതുകയാണ് കുബ്ല ഖാൻ. അങ്ങനെ ഒരു രാത്രി കൊണ്ടെന്ന് പറഞ്ഞ പോലെ എഴുതപ്പെട്ടതാണ് ഈ കുബ്ല ഖാൻ എന്ന കവിത. കുബ്ല ഖാൻ എന്ന കവിത കോളറിഡ്ജിൻ്റെ ഇതര കൃതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സർഗാത്മകത കൊണ്ട് അനുഗ്രഹീതമായിട്ട് അങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻ്റ് ഉണ്ട്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ആന്തരികമായ ഒരു ജീനിയസിൻ്റെ ഒരു സ്ഫോടനമോ ഒരു സ്ഫുലിംഗമോ ഒക്കെ തന്നെ അതിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിൽ നിന്നൊരു കവിത ഉണ്ടാകുന്നത്. തീർത്തും സ്പോണ്ടേനിയസ്. നേരത്തെ പറഞ്ഞ ആ നിർവചനത്തെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഒന്നാണ് കുബ്ല ഖാൻ. സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ അതാണ് സത്യത്തിൽ. അതേപോലെ എന്നാൽ കുബ്ല ഖാൻ പിന്നീട് പൂർത്തിയായതോ പിന്നീടൊരു ഘട്ടത്തിൽ ബൈരൻ്റെ പ്രേരണയാലാണത് പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെയൊക്കെ അത് വിപുലപ്പെടുന്നത്. ഏതായാലും കുബ്ല ഖാൻ എന്ന കവിതയാണ് ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും വലിയ സർഗാത്മകമായ കവിതയായി പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കൺക്ലൂഷനിലേക്ക് വരാം. ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കണ്ണീര് പോലെയാണ് കവിത എന്നതാണ്. കണ്ണീര് പോലെ നമുക്ക് വല്ലാതെ ഒരു സങ്കടം വരുമ്പോൾ ആ സങ്കടത്തിൽ നിന്നൊരു തേങ്ങൽ വരും. സങ്കടത്തിൽ നിന്നൊരു തേങ്ങൽ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ അമർത്തി വയ്ക്കാൻ പറ്റില്ല. ആ തേങ്ങൽ ഉണ്ടായേ പറ്റൂ. വല്ലാതെ വിഷമം വരുമ്പോൾ ഏതാണ്ട് കണ്ണ് നിറയും. ആ കണ്ണ് നിറയുന്നതിനെ നമുക്ക് അടങ്ങി നിർത്താൻ പറ്റില്ല. അതേസമയം നമുക്ക് ക്ഷണിച്ചു വരുത്താനും പറ്റില്ല. എന്നാൽ കരയാം എന്ന് തീരുമാനിച്ചുകൊണ്ട് മാറിയിരുന്ന് എത്ര ക്ഷണിച്ചാലും വരാത്ത ഒന്നാണ് കണ്ണീര്. അപ്പോൾ കണ്ണീര് പോലെയാണ് കവിത എന്ന് പറയാം. ഒരു പൂവൊട്ട്, ആ മൊട്ടിനുള്ളിൽ ആന്തരികമായ വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആ മൊട്ട് അങ്ങനെ പൊട്ടിവിടരും. അതിന് പൊട്ടിവിടർന്നേ പറ്റൂ. ആ ആന്തരിക സമ്മർദ്ദത്തെ അതിനതിജീവിക്കാൻ, അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഏതാണ്ട് ധ്യാനാത്മകമായ
മൗനത്തിൽ അങ്ങനെ തുടർന്ന് നിൽക്കാൻ കഴിയില്ല. പൂമുട്ടിന് വിടർന്നേ പറ്റൂ, ഒരു കുയിലിന് പാടിയേ പറ്റൂ, വല്ലാതെ വിങ്ങുന്ന ഒരു മനസ്സിന് തേങ്ങിയേ പറ്റൂ, വല്ലാതെ സങ്കടം അനുഭവപ്പെടുന്ന ഒരു മനുഷ്യന് കരഞ്ഞേ പറ്റൂ. ഇതൊക്കെ സർഗാത്മകമാണ്. അപ്പോൾ ഇതേപോലെ സർഗാത്മകമായ ഒന്നാണ് കവിത എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അതുപോലെയുള്ള പല നിർവചനങ്ങൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ തന്നെയുണ്ട്. ഭാരതീയമായ കാവ്യമീമാംസയിൽ, ഇന്ത്യൻ പോയറ്റിക്സിലൊക്കെ തന്നെ വലിയ നിർവചനങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. കണ്ണീര് പോലെയാണ് കവിത എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ മനസ്സ് വിങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു തേങ്ങലാണ് എന്ന് ഞാൻ പറഞ്ഞു. രുദിതാനുസാരിത്വം, അതാണ് കവിതയുടെ പിന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന ഒരു കാഴ്ചപ്പാടും നമുക്കുണ്ട്. അത് ഇതര രാജ്യങ്ങളിലൊന്നുമില്ല. വാൽമീകിയെ കാളിദാസാണ് രുദിതാനുസാരിയായ കവി എന്ന് വിളിച്ചത്. രുദിതാനുസാരിത്വം എന്ന് പറഞ്ഞാൽ രോദനത്തിന് പിന്നാലെ ചെല്ലാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. എവിടെയോ ഒരാളുടെ നിലവിളി കേൾക്കുന്നു, ആ നിലവിളിക്ക് പിന്നിൽ എന്താവാം, എന്ത് സങ്കടമാവാം എന്ന് അന്വേഷിക്കാനുള്ള മനസ്സിൻ്റെ ഒരു സന്നദ്ധത. അതാണ് ആ രോദനത്തെ തേടിച്ചെല്ലാനുള്ള മാനസികമായ ഒരു സന്നദ്ധത. സത്യത്തിൽ അതുതന്നെയാണ് നമ്മുടെ കൺസേൺ ഫോർ ദി അതർ എന്ന് പറയുന്നത്. അവരനെക്കുറിച്ചുള്ള നമ്മുടെ കരുതൽ. സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഈ അപരനെക്കുറിച്ചുള്ള കരുതലാണ് താനും. എവിടെയോ ഒരു സങ്കടം ഉണ്ടാകുന്നു, ആ സങ്കടം എന്തുകൊണ്ടുണ്ടായി എന്ന് അന്വേഷിക്കാൻ ചെല്ലുക. എവിടെയോ ഒരു നിലവിളി കേൾക്കുന്നു, ആ നിലവിളിയെ തേടി ചെല്ലാൻ പറ്റുക. ആ രോദനങ്ങൾക്ക് പിന്നാലെ ചെല്ലാനുള്ളൊരു മനസ്സുണ്ടാവുക, അതാണ് രുദിതാനുസാരിത്വം. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായതുകൊണ്ടാണ് വാൽമീകി മാ നിഷാദ എന്ന് പാടിയത് എന്ന് നമുക്കറിയാം. ആ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന് അമ്പേറ്റ് വീണ ഘട്ടത്തിൽ അതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആ ഇണ പക്ഷിയുടെ ഒരു ദുഃഖമുള്ളിൽ ആവാഹിച്ചുകൊണ്ടുകൂടിയാണ് മാ നിഷാദ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു വർഷമുണ്ട്. അതായത് ഈ വ്യാധൻ്റെ, ഈ അമ്പെയ്ത വ്യാധൻ്റെ വിശപ്പ് ഈ കവി കാണാതെ പോയല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ പോലും എവിടെയോ ഒരു വേദന ഉണ്ടായി എന്നറിഞ്ഞാൽ ആ വേദനയെ തേടി ചെല്ലാനുള്ള ഒരു മനസ്സ്, അതാണ് സത്യത്തിൽ സർഗാത്മകത. അതാണ് സത്യത്തിൽ രുദിതാനുസാരിത്വം. ആ രുദിതാനുസാരിത്വം ഉൾക്കൊള്ളുന്നതെന്തോ അതാണ് തീർച്ചയായും ഈ സർഗാത്മകത എന്ന് പറയാം. അതാണ് വ്യവസ്ഥാപിതമായൊരു കാഴ്ചപ്പാട്. എന്നാൽ അങ്ങനെ മാത്രമേ നല്ല കവിത ഉണ്ടാവുന്നുള്ളൂ, നല്ല കൃതികൾ ഉണ്ടാവുന്നുള്ളൂ. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛനാണ്. പി കുഞ്ഞിരാമൻ നായരുടെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള കവിത എന്ന് പറയാവുന്നത് കളിയച്ഛനാണ്. കളിയച്ഛന് താഴെ നിൽക്കുന്ന കവിതകൾ മാത്രമേ ഉള്ളൂ. കളിയച്ഛൻ ഉണ്ടായത് കോളറിഡ്ജിന് സ്വപ്നദർശനം ഉണ്ടായിട്ട് കോളറിഡ്ജ് എഴുന്നേറ്റിരുന്ന് എഴുതിയെന്ന് പറയുന്നത് പോലെയല്ല. പിന്നെയോ പി കുഞ്ഞിരാമൻ നായർ തിരുവനന്തപുരത്ത് വരുന്നു, ഇവിടെ സത്രത്തിൽ താമസിക്കുന്നു. സത്രത്തിൽ താമസിക്കുമ്പോഴാണ് ഓർക്കുന്നത്, നാളെയാണല്ലോ ആകാശവാണിയുടെ റിപ്പബ്ലിക് ദിന കവിയരങ്ങ്, അവിടെ പോയി കവിത ചൊല്ലണമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു കവിതയും തൻ്റെ കൈവശം ഇല്ലല്ലോ എന്നൊരു ചിന്ത കൂടി അനുബന്ധമായി വരുന്നു. പെട്ടെന്നൊരു വെള്ള കടലാസ് എടുക്കുന്നു, ആ വെള്ള കടലാസിലേക്ക് എഴുതി തുടങ്ങുന്നു. ആ വിധത്തിലാണ് സത്യത്തിൽ ഈ കളിയച്ഛൻ എന്ന കവിത ഉണ്ടായത്. അപ്പോൾ അവിടെ എവിടെ ആ സർഗാത്മകത, അവിടെ എവിടെ സ്പോണ്ടേനിറ്റി? പക്ഷേ സർഗാത്മകത ഇത്രമേൽ അനുഗ്രഹിച്ച മറ്റൊരു കവിതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ വിധത്തിൽ സർഗാത്മകത എന്ന് പറയുന്നത് തീർച്ചയായും കവിതയിൽ ഇൻഹറൻ്റായിട്ടുണ്ടാവാം, സാഹിത്യകൃതിയിലുണ്ടാവാം. പക്ഷേ അത് ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഓവർഫ്ലോ മനസ്സിൽ വന്നിട്ട് ഉണ്ടാവുന്നത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇതേപോലെ തന്നെ അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ കവിത സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവുന്നതാണോ, കവിത സർഗാത്മകമായിട്ടുണ്ടാവുന്നതാണോ, അതോ അതിനും അപ്പുറത്ത് കവിക്കാണോ ഈ സർഗാത്മകതയുള്ളത്? കവിക്കാണോ സർഗാത്മകത? എഴുത്തുകാരനാണോ സർഗാത്മകത? എഴുത്തുകാരൻ്റെ മനസ്സിനാണോ സർഗാത്മകത? അങ്ങനെ ഒരു ചിന്തയും അനുബന്ധമായിട്ട് വരും. അങ്ങനെ ആണെങ്കിൽ ഈ ചന്ദനമരത്തിൻ്റെ ഏത് ഭാഗം എപ്പോൾ മുറിച്ചാലും അതിൽ നിന്ന് ചന്ദനഗന്ധം എന്ന് പറയുന്നത് പോലെ കവി എപ്പോൾ പേനയെടുത്ത് എഴുതി തുടങ്ങിയാലും അതിൽ കവിത്വത്തിൻ്റെതായ സ്പാർക്ക് ഉണ്ടാവണം. അങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കവിയുടെ എല്ലാ രചനകളും ഒരേപോലെ സർഗാത്മകമാണോ, ഭാവാത്മകമാണോ, നമ്മുടെ മനസ്സിനെ വന്ന് തൊടുന്നതാണോ? ആണെന്ന് പറഞ്ഞുകൂടാ. ഏത് പ്രശസ്തനായ കവിയുടെ കാര്യത്തിലും നമുക്ക് അങ്ങനെ അല്ലാത്ത വരികളും കാണാം. അതുകൊണ്ട് ഇതിലൊന്നും ഒരു വ്യക്തമായ ഉത്തരം പറയാൻ പറ്റില്ല. ഇതിൽ ആത്യന്തികമായ ഒരു അവസാന വാക്ക് പറഞ്ഞിട്ട് ഒരു അടിവരയും ഇട്ടിട്ട് ഇതാണ് കവിതയുടെ പിന്നിലെന്ന് പറയാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ വളരെ വിഖ്യാതമായിട്ടുള്ള കൃതിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല.
ആ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ഡോസ്റ്റോസ്കി എഴുതുന്നത് ഈ സർഗാത്മകതയുടെ ഏതെങ്കിലും ധന്യമായ ഒരു മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റൊന്നുമല്ല. അതായത് ഡോസ്റ്റോസ്കി ആ കൃതി എഴുതുന്നത് ജയിലിൽ കിടക്കാതിരിക്കാനാണ്. ആ കൃതി എഴുതിയില്ലെങ്കിൽ ജയിലിലായി പോകുമെന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഡോസ്റ്റോസ്കി ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എഴുതുന്നത്. എന്തുകൊണ്ടാണ്? എഡിറ്ററുടെ കയ്യിൽ നിന്ന് പണം നേരത്തെ വാങ്ങിച്ചു. അവിടെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിലും എഴുതിയിട്ട് നേരെ പ്രസ്സിലേക്ക് കൊടുക്കാം, അച്ചടിച്ചു വരും. പക്ഷേ അവിടെ ഒരു ലിറ്റററി എഡിറ്ററുണ്ട്, പബ്ലിഷർ, ഇവിടെയുണ്ട് പബ്ലിഷർ. ഈ പബ്ലിഷറുടെ കയ്യിൽ നിന്ന് അതിൽ ലിറ്റററി എഡിറ്റർ വഴി ഡോസ്റ്റോസ്കി കുറേ പണം വാങ്ങി. ഡോസ്റ്റോസ്കി എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ചൂതുകളിക്കാരൻ കൂടിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചൂത് കളിച്ച് ഈ പണമെല്ലാം നഷ്ടപ്പെട്ടു. ആ പണമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ പബ്ലിഷറോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു കൃതി എഴുതി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് വിറ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ കയ്യിൽ നിന്ന് മുൻകൂറായി പണം പറ്റിയത്. ഈ പണവും തിരിച്ചു കൊടുക്കാനില്ല, കൃതിയും തിരിച്ചു കൊടുക്കാനില്ല. ആ ഘട്ടത്തിൽ ഈ പബ്ലിഷർ, ഈ ലിറ്റററി എഡിറ്റർ വന്നിട്ട് പറയുന്നു, നിങ്ങളെ ഞാൻ പിടിച്ച് ജയിലിലാക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ കൃതി തന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ. അത്തരം ഒരു ഘട്ടത്തിൽ മറ്റൊരു വഴിയില്ലാതെ ആ ഭൗതിക ജീവിത സാഹചര്യത്തിൻ്റെതായ ഒരു സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ടാണ് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എഴുതിയത്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്തരികമായിട്ടുള്ളൊരു സ്പാർക്കിൻ്റെ ഒരു സ്ഫുലിംഗത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം എഴുതി. പക്ഷേ അത് സർഗാത്മകത കൊണ്ട് വളരെയേറെ അനുഗ്രഹീതമായ ഒരു കൃതിയായി മാറി എന്ന് നമുക്കറിയാം. അതുപോലെയാണ് ഹെമിംഗ്വേയുടെ കാര്യം. ഹെമിംഗ്വേ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന കൃതി എഴുതിയതും ഇതേപോലെ വളരെ കൃത്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ്. 164 തവണ ആ പബ്ലിഷറുടെ കയ്യിൽ നിന്ന് ഹെമിംഗ്വേ തൻ്റെ കൃതി തിരികെ വാങ്ങുന്നു. ഓരോ തവണയും അത് എഡിറ്റ് ചെയ്യാനുണ്ട്, മാറ്റാനുണ്ട്, മറിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ തവണയും വാങ്ങിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു. കാരണം അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല, തൻ്റെ മനസ്സിൻ്റെ പൂർണ്ണ തൃപ്തി ആ കൃതിയിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ കൃതി പൂർണ്ണമാക്കി തനിക്ക് ഇത്രാം തീയതിക്കുള്ളിൽ തന്നിട്ടില്ലെങ്കിൽ ഇഫ് യു ടേക്ക് ഇറ്റ് ബാക്ക്, അതായത് തന്ന കൃതി ഉണ്ടല്ലോ, ആ തന്ന കൃതി ഇഫ് യു ടേക്ക് ഇറ്റ് ബാക്ക് ഐ വിൽ സ്യൂ, ഐ വിൽ റൂയിൻ യുവർ കരിയർ എന്ന് ഒരു ഭീഷണി ഈ പബ്ലിഷറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരൊരു ഭീഷണിയുടെ കഠാരമുനയിൽ നിന്നുകൊണ്ടാണ് സത്യത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേ ഈ ഓൾഡ് മാൻ ആൻഡ് ദ സീ എഴുതുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് സർഗാത്മകത? ഞാൻ പറഞ്ഞു വരുന്നത്, സർഗാത്മകതയെ ആകെ നിരാകരിക്കുന്നു ഞാൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുക്കേണ്ടതില്ല. പക്ഷേ സർഗാത്മകത എന്ന് പറയുന്നത് ചില ഭൗതിക സാഹചര്യങ്ങൾക്ക് വിധേയമായി മാത്രം മനസ്സിലുണ്ടാകുന്നതാണ് എന്നും, അതേപോലെ തന്നെ ഈ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവത്തിൽ സർഗാത്മകത ഉണ്ടാവില്ല എന്നും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഷേക്സ്പിയറുടെ കാര്യം എടുക്കാം. ഷേക്സ്പിയർ ഈ നാടകങ്ങളെല്ലാം എഴുതി, ലോകോത്തര നാടകങ്ങളാണ്. ഷേക്സ്പിയറെ കടന്നു നിൽക്കുന്ന നാടകങ്ങൾ, ഷേക്സ്പിയറുടെ കൃതികളെ കടന്നു നിൽക്കുന്ന നാടകങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. നമ്മൾ പലപ്പോഴും കാളിദാസനെ ഒപ്പം വയ്ക്കുന്നുണ്ട്. തീർച്ചയായും കാളിദാസൻ ഷേക്സ്പിയർക്കൊപ്പമോ അതിനും മേലെയോ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഷേക്സ്പിയർ ഈ നാടകങ്ങളൊക്കെ എഴുതിയ എന്തിനു വേണ്ടിയാണ്? തൻ്റെ സർഗാത്മകതയുടെ ഒരു അനാവരണം നടക്കട്ടെ എന്ന് കരുതിയിട്ടൊന്നുമല്ല. ഷേക്സ്പിയർ എഴുതിയത് കമ്പോള ആവശ്യത്തിന് വേണ്ടിയാണ്, കൃത്യമായും തിയേറ്ററുകൾക്ക് വേണ്ടിയാണ് ഈ നാടകങ്ങളെല്ലാം തന്നെ എഴുതുന്നത്. ഷേക്സ്പിയർ പൈസ വാങ്ങിയിട്ട് നാടക കമ്പനിക്ക് വേണ്ടി എഴുതി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കാശ് വാങ്ങി നാടക കമ്പനിക്ക് എഴുതി കൊടുക്കുക, ആ നാടകത്തിൻ്റെ അവതരണം നടക്കുക, അതിലെവിടെയാണ് ഈ സർഗാത്മകത എന്ന് പറയുന്നത്? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ സർഗാത്മകത എന്ന് പറയുന്ന ആ സംഗതി ഏതൊക്കെയോ വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കൂടിയാണ് എന്ന ഒരു ചിന്ത. സർഗാത്മകത ഭൗതിക സാഹചര്യങ്ങൾക്ക് വിധേയമായിട്ടല്ലാതെ ഉണ്ടാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സർഗാത്മകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവിയുടെ മനസ്സിലാണോ ഉണ്ടാവേണ്ടത്, അതോ കവിതയിലാണോ ഉണ്ടാവേണ്ടത്? കവിത സ്വയമേവ അങ്ങോട്ട് ഒരു ഉറവ് പൊട്ടി വരുന്നത് പോലെ ഉണ്ടായി വരുന്നതാണോ, അതോ കവിയുടെ മനസ്സിൽ നിന്ന് എന്ത് ഉറവ പൊട്ടി വന്നാലും അതിലെല്ലാം ഈ സർഗാത്മകതയുടേതായ ഒരു ചൈതന്യം അങ്ങനെ പ്രസരിച്ച് നിൽക്കുമെന്നാണോ കരുതേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കൃത്യമായി ഉത്തരം പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കവിതയിലെ സർഗാത്മകത എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സർഗാത്മകത എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ചില ആശയക്കുഴപ്പങ്ങളിൽ ചെന്ന് പെടാൻ മാത്രമേ പറ്റത്തുള്ളൂ. കുറേ ഗ്രേ ഏരിയാസ് ഉണ്ട്. ഈ ഗ്രേ ഏരിയാസിൽ നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കടൽ തീരത്ത് എന്ന് പറയുന്ന ജീവിതസ്പർശിയായ ഹൃദയസ്പർശിയായ കഥ എഴുതിയിട്ടുള്ള ആളാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒ വി വിജയൻ. അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും പേരില്ല. കടൽ തീരത്ത് അതിലെ വെള്ളായ്യപ്പൻ ഈ ചോറ് പൊതിയും കെട്ടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ തേടി പോകുന്ന ആ അച്ഛൻ
ആ അച്ഛൻ്റെ അതിദാരുണമായ മാനസിക വ്യഥ, ആ വ്യഥയൊക്കെ തന്നെ ആ കൃതിയിലേക്ക് അദ്ദേഹം എത്ര നന്നായി പകർന്നു വെച്ചിരിക്കുന്നു. കണ്ണീരടിഞ്ഞുകൊണ്ടല്ലാതെ അത് വായിച്ചു നിർത്താൻ പറ്റില്ല, അത്തരം ഒരു കൃതിയാണ്. എന്നാൽ അതേ ഒ വി വിജയൻ തന്നെയാണ് ഇന്ന് മലയാള കഥാസാഹിത്യത്തിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ പരാമർശിക്കപ്പെടുക പോലും വേണ്ടതില്ലാത്ത ചെങ്ങന്നൂർ വണ്ടി എഴുതിയത്. ചെങ്ങന്നൂർ വണ്ടി അന്ന് പത്രാധിപർ പ്രസിദ്ധീകരിച്ചത് ഉത്തരാധുനികതയുടേതായ ഒരു കാലം ഇതാ പിറന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉത്തരാധുനികത വരികയോ പോവുകയോ ചെയ്തിട്ടുണ്ടാവും, അത് മറ്റൊരു കാര്യം. ഏതായാലും ചെങ്ങന്നൂർ വണ്ടി ആളുകളുടെ ഒന്നും മനസ്സിലില്ലായിരുന്ന കടൽ തീരത്ത് എന്ന കഥയുണ്ട്. അത്രമേൽ ഹൃദയസ്പർശിയാണ്, ഹൃദയോന്മാധിയാണ് ആ കഥ. അപ്പോൾ എഴുത്തുകാരനാണ് സർഗാത്മകത എങ്കിൽ ആ എഴുത്തുകാരൻ എഴുതുന്നത് എല്ലാത്തിലും ഈ സർഗാത്മകത വന്ന് തെളിയണമല്ലോ. കടൽ തീരത്ത് എന്ന കൃതിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഈ സർഗാത്മകത ചെങ്ങന്നൂർ വണ്ടി എന്ന കഥയിൽ നമുക്ക് എന്തുകൊണ്ടാണ് അനുഭവിക്കാൻ കഴിയാതെ വരുന്നത് എന്നാലോചിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഈ ഈ സർഗാത്മകത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ നല്ല എഴുത്തുകാർ, അതൊരു ക്ലവർ റൈറ്റിങ്ങിൻ്റെ ഭാഗമല്ല, അവർ ചില ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. ആ ടെക്നിക്കുകൾ വെച്ചിട്ട് ആ എഴുത്തുകാരൻ്റെ സർഗാത്മകതയെ അളക്കാമോ എന്ന് ചോദിച്ചാൽ അവിടെയും എനിക്കൊരു വ്യക്തതയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞ അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് വിട്ടിട്ട് ഞാൻ പോവുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ്. ഇപ്പോൾ റിക്കറിങ് മെറ്റാഫറുകളുടെ ഉപയോഗം. റിക്കറിങ് മെറ്റാഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കവിയുടെ മനസ്സിൽ വരുന്ന, അയാളുടെ രചനയിൽ പ്രതിഫലിച്ചു വരുന്ന ഒരുപാട് ശൈലീ രൂപങ്ങളുണ്ട്, ഇമേജുകളുണ്ട്. ഇവയൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഏത് തരത്തിലുള്ള മെറ്റഫറുകളാണ് ഒരു നോവലിസ്റ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കവി ഉപയോഗിക്കുന്നത് എന്നത് ആലോചിച്ച് കൃത്യമായി പരിശോധിച്ച് അപഗ്രഥിച്ച് നോക്കിയാൽ ആ എഴുത്തുകാരൻ്റെ മനസ്സ് വളരെ കൃത്യമായിട്ട് അതിൽ പ്രതിഫലിക്കുന്നതായി കാണാവുന്ന റിക്കറിങ് മെറ്റാഫറിൻ്റെ ഉപയോഗം അപഗ്രഥിച്ചിട്ട് എഴുത്തുകാരൻ്റെ മനസ്സിനെ കണ്ടെത്താൻ പറ്റും എന്ന് ആണ് ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു വലിയ കണ്ടെത്തലായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ മെറ്റഫർ എന്നല്ല, നേരിട്ടുള്ള പ്രസ്താവനാ സ്വഭാവത്തിൽ നിന്ന് പോലും കവിയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കവിയുടെ വരികൾക്കിടയിൽ വായിക്കുകയല്ല, കവിയുടെ വരികൾ തന്നെ വായിച്ചാലും, കവി അല്ലെങ്കിൽ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും, അതിനൊക്കെ അപ്പുറത്ത് കവി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലും അതൊന്നും തന്നെ കവിയുടെ യഥാർത്ഥ മനസ്സിനെ ബിട്രേ ചെയ്യുന്നില്ല. ആ കവിയുടെ യഥാർത്ഥ മനസ്സിനെ മനസ്സിലാക്കുന്നതിന് ഇതൊന്നും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരേ കൃതിയിൽ തന്നെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ രാമായണം എടുക്കുക. രാമായണത്തിൽ പൗരോഹിത്യത്തിൻ്റെതായ ഒരു മഹർഷി ഇതാ കൊല്ല് എന്ന് പറയുന്നുണ്ട്, അതേപോലെ കൊല്ലരുത് എന്ന് പറയുന്നതുകൊണ്ട്. രാമലക്ഷ്മണന്മാരെ ഈ യാഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അയോധ്യയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് പൗരോഹിത്യത്തിൻ്റെ മഹർഷിയാണ് പറയുന്നത്, ഇതാ വരുന്നു കൊല്ല് എന്ന് പറയുന്നത്. അപ്പോൾ രാമായണത്തിൻ്റെ സന്ദേശം കൊല്ല് എന്നുള്ളതാണോ? അല്ലെങ്കിൽ വാൽമീകിയുടെ നിലപാട് കൊല്ല് എന്നുള്ളതാണോ? അല്ല എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? ലവകുശന്മാർ ഈ രാമകഥ പാടാനായിട്ട് അയോധ്യയിലേക്ക് പോകുന്ന ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തിൽ കൊല്ലരുത് എന്നുള്ളത് തന്നെയാണ് അവരുടെ വരികളിൽ നിന്ന് പ്രകടമായി വരുന്ന ചിന്ത. അപ്പോൾ കൊല്ലണമെന്നും കൊല്ലരുത് എന്നും ഒരേ കൃതി തന്നെ പറയുമ്പോൾ, ഒരേ എഴുത്തുകാരൻ തന്നെ പറയുമ്പോൾ, നമ്മൾ ഇതിൽ ഏത് നിലപാട് സ്വീകരിക്കും? ഏത് നിലപാട് സ്വീകരിച്ചിട്ട് ആ കവിയെ വിലയിരുത്തും? അപ്പോൾ റിക്കറിങ് മെറ്റാഫർ, റിക്കറിങ് വേഴ്സ്, റിക്കറിങ് ഫ്രേസസ്, റിക്കറിങ് ഇഡിയംസ്, ഇതൊന്നും കൊണ്ട് ഒരു എഴുത്തുകാരനെയും വിലയിരുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. രാജഗുരു ഒരു രീതിയിൽ പറയുമ്പോൾ കാട്ടിലെ മഹർഷി മറ്റൊരു രീതിയിൽ പറയുന്നു. രണ്ടും എഴുതുന്നത് ഒരേ ആൾ തന്നെയാണ്. അതുപോലെയുള്ള ഉദാഹരണങ്ങൾ നിരവധിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ദേവിയെ പൂജിച്ച് ധ്യാനിച്ച് ഗാനാത്മകനായി കഴിഞ്ഞുകൊള്ളാം എന്ന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ദേവിയെ പൂജിച്ച് ധ്യാനിച്ച് ഗാനാത്മകനായി കഴിഞ്ഞുകൊള്ളാം. മാംസനിബദ്ധമല്ലാത്ത രാഗം എന്ന് പറയുമല്ലോ, അതിൻ്റെ സൂചനയാണ് അതിനകത്തുള്ളത്. വെള്ളത്താമര പോൽ വിശുദ്ധി വഴിയും ശ്രീചിത്തമേ, ജീവിതം പൊള്ളുമ്പോൾ അമൃതം തളിച്ച് തടവും സാന്ത്വന സ്വപ്നമേ എന്നും പറയുന്നുണ്ട് സ്ത്രീയെക്കുറിച്ച്. വെള്ളത്താമര പോൽ വിശുദ്ധി വഴിയും സ്ത്രീചിത്തമേ. വെള്ളത്താമര പോൽ വിശുദ്ധി വഴിയും ശ്രീചിത്തം എന്ന് സ്ത്രീയെക്കുറിച്ച് ഒരിടത്ത് പറയുന്നു. മറ്റൊരിടത്തോ അത്യനഘമാം ഈ നിമിഷത്തിൽ ഉത്തമേ നീ മരിക്കണം, നാമകാശയം ക്രൂരമാണെങ്കിൽ ഓമനെ നീ പൊറുക്കണം എന്നും പറയുന്നു. സുപ്രഭാതമേ നീ എനിക്കിന്നൊരു അപ്സരസിനെ കാണിച്ചു തന്നു എന്ന് പറയുന്ന ആൾ തന്നെയാണ് അത്യനർഘമാം ഈ നിമിഷത്തിൽ ഉത്തമേ നീ മരിക്കണം എന്ന് പറയുന്നതും. ഇതിലെ ഏത് ചങ്ങമ്പുഴയെ നമ്മൾ എടുക്കും? അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിൽ അങ്കന എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ,
എന്നും നാരികൾ നാരികൾ വിശ്വവിഭവത്തിൻ്റെ നാരായ വേരുകൾ നാരകീയാഗ്നികൾ എന്നെഴുതിയിട്ടുള്ളതും ഇതേ കവി തന്നെയാണ്. ഇതിൽ ഏത് കവിയെ നമ്മളെടുക്കും? ചങ്ങമ്പുഴയുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് ഒരു ജാലകം അദ്ദേഹത്തിൻ്റെ ഏത് രചനയിലെ ഏത് ഭാഗം കൊണ്ട് തുറന്നു കിട്ടും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എഴുത്തുകാരൻ്റെ എഴുത്തിനെ വെച്ചിട്ട് എഴുത്തുകാരനെയോ എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തെയോ എഴുത്തുകാരൻ്റെ മനസ്സിനെയോ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ആശാൻ്റെ കാര്യം എടുക്കാം. ആശാൻ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നത് സ്വരാജ്യം ജന്മാവകാശമാണെന്ന ഒരു വാദം രാജ്യത്താകെ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ആശാൻ പറയുന്നുണ്ട്, എന്തിനേ സ്വരാജ്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ആശാൻ തന്നെയാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മുതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദ്ഘാതാവാണോ സ്വാതന്ത്ര്യത്തെ അപലപിക്കുന്ന ആളാണോ ആശാൻ? ആശാൻ്റെ കവിത തന്നെ വെച്ച് നമുക്ക് എങ്ങനെ ആത്യന്തികമായിട്ടൊരു വാക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത് വ്യക്തമല്ല. കരുതുവതിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നില വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യമീ നരത്വം എന്ന് പറയുന്നു ഒരിടത്ത്. മറ്റൊരിടത്ത് ഈ നരത്വത്തെ തന്നെ അദ്ദേഹം വാഴ്ത്തുകയും ചെയ്യുന്നു. ലോകാനുഗ്രഹപരയായിരിക്കുക എന്നുള്ളതാണ് തൻ്റെ കവിതയുടെ ധർമ്മമെന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ വിരുദ്ധങ്ങളായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ എഴുത്തുകാരുടെ ഒക്കെ കാര്യത്തിലുണ്ട്. വാളല്ലൻ സമരായുധം ക്ഷമശമധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ കരവാള് വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന് പറയുന്ന ആ വയലാറ് തന്നെയാണ് വാള് വിറ്റൊരു മണി വീണ വാങ്ങിയത് ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കാനല്ല എന്ന് മറ്റൊരു കോണ്ടക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ വിധത്തിൽ നിരവധി കവികൾ വിരുദ്ധങ്ങളായിട്ടുള്ള നിലപാടുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. വൈലോപ്പിള്ളി ഭാഷ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ്, അതിൻ്റെ പ്രസിഡൻ്റാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കത്തക്കതാണ് തൊടുവിലുള്ള അമ്പൽ പൊയ്യയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഈ കവിത എഴുതാനുള്ള മഷിപ്പാത്രം എന്ന് പറയുന്നത് ഈ പൊള്ളുന്ന കടലായി നിൽക്കുന്ന ജീവിതമാണ് എന്നൊരിടത്ത് പറയുന്നു. എന്നാൽ മറ്റൊരിടത്ത് പറയുന്നു മാനുഷ പ്രശ്നങ്ങൾ തൻ മർമ്മഗോവിതന്മാരെ ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി മാത്രം എന്ന് പറയുന്നു. ഒരിടത്ത് സൗന്ദര്യാത്മക കവിയാണ് താനെന്ന് പറയുന്നു, മറ്റൊരിടത്താകട്ടെ ഈ തുടുവെള്ളാമ്പൽ പൊയ്യല്ല ജീവിതത്തിൻ്റെ കടലാണ് തൻ്റെ കവിതയ്ക്ക് മഷിപ്പാത്രം എന്ന് പറയുന്നു. ഇതിന് ഏത് വരികളെ നമ്മൾ സ്വീകരിക്കും എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഏത് വരികളെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഏത് വരികളെ ഉരകല്ലാക്കിക്കൊണ്ട്, ഒരു ടച്ച് സ്റ്റോൺ ആക്കിക്കൊണ്ട് വൈലോപ്പിള്ളിയെ നമുക്ക് വിലയിരുത്താൻ പറ്റും? അങ്ങനെ തന്നെ ആലോചിക്കുമ്പോഴാണ് ഈ കവിതയിലൂടെ കവിയെ അറിയാനുള്ള വഴി വായനക്കാരൻ്റെ മുമ്പിൽ, അനുവാചകൻ്റെ മുമ്പിൽ അടഞ്ഞു തന്നെ കിടന്നിട്ടുണ്ട് എല്ലാ കാലവും എന്നത്. അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ സർഗാത്മകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സർഗാത്മകതയെ നിരാകരിക്കാൻ പറ്റില്ല, എന്നാൽ സർഗാത്മകത തന്നെയാണ് എല്ലാ കവിതയുടെയും അടിസ്ഥാനം എന്ന് കരുതാനും പറ്റില്ല. പുതിയ കാലഘട്ടത്തിലെ കവികൾ പല വിധത്തിലുള്ള ടെക്നിക്കുകൾ ഈ കവിതയെ കൂടുതൽ സ്വീകാര്യമാക്കാനായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അതിൽ തെറ്റില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. പുതിയൊരു ഭാഷ ഉണ്ടാവണം, പുതിയൊരു ഭാവുകത്വം ഉണ്ടാകണം, പുതിയൊരു ശൈലി വിശേഷം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആവർത്തിച്ച് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാവ് പിടിച്ചുപോയ വാക്കുകൾക്ക് പുതിയൊരു അർത്ഥസംവേദന ശേഷി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വാക്കുകൾക്ക് പുതിയ അർത്ഥസംവേദന ശേഷി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാർ പുതിയ പുതിയ ടെക്നിക്കുകൾ പരിശോധിക്കുന്നു. ആ ടെക്നിക്കുകളിലൊന്നാണ് കോലൊക്കേഷൻ ഷിഫ്റ്റ് എന്ന് പറയും. കോലൊക്കേഷൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു നിയതമായ ലൊക്കേഷൻ ഒരു ആശയത്തിൻ്റേതായിട്ടുണ്ടാവും. ആ ലൊക്കേഷനെ തൊടാതെ അതിനൊരു സാറ്റലൈറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ സാറ്റലൈറ്റ് ലൊക്കേഷനെ പരാമർശിച്ചുകൊണ്ട് മെയിൻ ആയിട്ടുള്ള നോഡൽ പോയിൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനെ സ്പർശിക്കുക അല്ലെങ്കിൽ സൂചിപ്പിക്കുക. അതായത് 10 years ago എന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. പക്ഷേ 10 years ago എന്ന് പറയുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ട് പരിചയിച്ചു പോയ ഒന്നാണ്. അതിൽ നമ്മുടെ മനസ്സിലൊരു ഭാവാർത്ഥവും ഉണർത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അത് മറ്റൊരു രൂപത്തിൽ പറയാം എന്നൊരു ചിന്ത വരും. ആ മറ്റൊരു രൂപത്തിൽ പറയൽ, ഓൾ ദ ഫൺ ഈസ് ഇൻ ഹൗ യു സേ എ തിങ് എന്ന് തിമോത്തി സ്റ്റീൽ പറയുന്നത് കൊണ്ടാണ്. മറ്റൊരു വിധത്തിൽ പറയുക, ആ മറ്റൊരു വിധത്തിൽ പറയലാണ് എ ഗ്രീഫ് എഗോ എന്ന് പറയില്ല. ഈ 10 വർഷം എന്ന് പറയുന്നത് വല്ലാത്ത സങ്കടത്തിൻ്റെതായ കാലമായിരുന്നെങ്കിൽ ആ 10 വർഷം മുമ്പ് എന്ന് പറയുന്നതിന് പകരം ഒരു സങ്കടത്തിന് മുമ്പ് എന്ന് പറയാം. എ ഗ്രീഫ് എഗോ, ദുഃഖത്തിന് മുമ്പ് എന്ന് പറയാം. 10 പ്രസവിച്ചു എന്ന് പറയാതെ 10 വട്ടം മഞ്ഞക്കച്ച പുതച്ചു എന്നിടശ്ശേരി പറയുന്നത്
ഈ പുതിയ വാങ്മയത്തെ തിരയാനുള്ളൊരു മനസ്സ്, അവിടെയാണ് സർഗാത്മകത. ആ മനസ്സ് എങ്ങനെയാണ് സർഗാത്മകമാകുന്നത്? മനസ്സ് ഈ വിധത്തിലുള്ളൊരു നവീകരണത്തിന് വിധേയമാകുന്നത് കൊണ്ടാണ് സർഗാത്മകമാകുന്നത്. അങ്ങനെ സർഗാത്മകമാകുന്ന മനസ്സുകൾക്ക് മാത്രമേ കവിതയുടെ രംഗത്ത് പുതിയതായ ഒരു അനുഭൂതി വിശേഷം ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. അതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭൂതിയുടെ പ്രസരണം നമ്മുടെ മനസ്സിൽ സാധ്യമാക്കാൻ പറ്റൂ. അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭവ മണ്ഡലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനും പറ്റൂ. അങ്ങനെ ഉള്ള എഴുത്തുകാരുണ്ടാവണം. ഗ്രേറ്റ് കമ്പോസേഴ്സ് നീഡ് ഗ്രേറ്റ് ലിസണേഴ്സ് എന്നും ഗ്രേറ്റ് റൈറ്റേഴ്സ് നീഡ് ഗ്രേറ്റ് റീഡേഴ്സ് എന്നും ആൻഡേഴ്സനെ പോലെ ഒരാൾ പറഞ്ഞിട്ടുള്ളത്. നല്ല കവിത ഉണ്ടാകണമെങ്കിൽ നല്ല വായനാ സമൂഹം ഉണ്ടാകണം. വായനാ സമൂഹത്തിൻ്റെ നിലവാരം എപ്പോൾ താഴ്ന്നു പോകുന്നോ എഴുത്തുകാരൻ്റെ നിലവാരവും അപ്പോൾ താഴ്ന്നു പോകും. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഈ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഘടികാര സൂചി തൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന ഈ ടിക് ടിക് ശബ്ദം എന്നെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അരമണിക്കൂറായി ഇപ്പോൾ. ഇഫ് യു ഡു നോട്ട് ആസ്ക് ഐ നോ എന്ന് പറയും കവിതയെക്കുറിച്ച്. ഇഫ് യു ഡു നോട്ട് ആസ്ക്, നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെങ്കിൽ എനിക്കറിയാം കവിത എന്താണെന്ന്. ഇഫ് യു ആസ്ക് മീ ഐ നോ നോട്ട്, നിങ്ങൾ എന്നോട് കവിത എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കാതിരുന്നാലോ കവിത എന്താണെന്നറിയാം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണോ? സമയം കഴിഞ്ഞു. ടൈം ഈസ് അപ്പ്. ഓക്കെ, താങ്ക് യു.